നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി വളർന്നു വന്ന ഒരു ചിന്ത ഇസ്ലാം സമുദായത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ചിന്തയാണ്. അത് ബോധപൂർവമാണ്. ഭരണാധികാരികൾ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ പോരാടുമ്പം ആ പോരാട്ടത്തിന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള ഒരടവാണ് ഈ പുതിയ ചർച്ചകൾ വരുന്നത്. അതിൽ അവർ പലരും പറയുന്നത് ഇസ്ലാമാണോ തീവ്രവാദിയാണ് എന്നാണ് അവർ പറയുന്നത്. അത് അസംബദ്ധമായ ഒരഭിപ്രായമാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദിയാവില്ല, തീവ്രവാദിയാകാൻ കഴിയില്ല. ഇസ്ലാം തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പോയതല്ല. ലോകത്തിലാകമാനം തീവ്രവാദ പ്രസ്ഥാനം കൊണ്ടുവരുന്നത് ലോക സാമ്രാജ്യത്വമാണ്. അതിൽ പ്രധാനിയാണ് അമേരിക്ക. അവർക്ക് തീവ്രവാദ പ്രസ്ഥാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വലിയ ലക്ഷ്യമുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെ കൈവശപ്പെടുത്തുക, ആ രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുക. ഏറ്റവും കൂടുതൽ ലിക്വിഡ് ഗോൾഡ് ഉള്ളത് അറബ് രാജ്യങ്ങളിലാണ്. കൂടുതൽ എണ്ണയുള്ള അറബ് രാജ്യങ്ങളിലാണ്. ലോക ചരിത്ര സ്മാരകങ്ങളെല്ലാം അറബ് രാജ്യങ്ങളിലാണ്. അറബ് രാജ്യങ്ങളെ കൈവശപ്പെടുത്തി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ഭരണാധികാരിയാക്കി ആ സ്വത്ത് മുഴുവൻ കൈവശപ്പെടുത്താനുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അടവിൻ്റെ ഭാഗമാണിതെല്ലാം. അത് നിങ്ങൾക്കറിയാം. നേരത്തെ അമേരിക്ക തന്നെ വേൾഡ് ട്രേഡ് യൂണിയൻ സെന്ററിനെതിരായ ആക്രമണം അമേരിക്ക പോയിട്ട് വളർത്തിയ തീവ്രവാദ പ്രസ്ഥാനക്കാരാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. അതുപോലാണെന്ന് ലോകത്തിൽ IS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടുവന്നതും ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരണം. ആ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് വരുമ്പം ഈ നാട്ടിൽ തന്നെ ഹിന്ദു വർഗീയത അഴിഞ്ഞാടുന്നൊരു ഘട്ടമാണിത്. RSS, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘപരിവാർ. ആ സംഘപരിവാറിനെ നേരിടാൻ നമുക്ക് ഇസ്ലാം സമുദായക്കാർക്ക് ഒരു സംഘമുണ്ടാക്കാം എന്നൊരു ചിന്ത വരുന്നത് അപകടകരമാണ്. അതിനു പകരം അവരെ നേരിടാൻ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ അവർക്ക് ഒത്തുചേർന്ന് പോകണം. മതനിരപേക്ഷ കക്ഷികൾക്ക് ഇന്ത്യ രക്ഷിക്കാൻ കഴിയും. ഇസ്ലാം സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരാണ്. ഇസ്ലാം ഇന്ത്യയുടെ മക്കളാണ്. ഇന്ത്യയിൽ എല്ലാവരെ പോലെ അധികാരമുള്ളതാണ് ഇസ്ലാം സമുദായക്കാർക്കും. ആ അധികാരം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു ജനവിഭാഗം ഇസ്ലാം സമുദായമാണ്. അതുകൊണ്ട് ഇസ്ലാം സമുദായത്തെ ഭിന്നിപ്പിക്കാനും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരായി മതനിരപേക്ഷ കക്ഷികൾ യോജിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടി KNM സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാർ ഒരു പ്രധാനമായ ഒരു സംഭവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സെമിനാറിൽ ഉണ്ടായിരിക്കുന്ന പൊതു ചർച്ച ഈ നാട്ടിൻ്റെ ഐക്യമാണ്, മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യമാണ്. ആ ഐക്യം വളർത്തിയെടുക്കാനും മത തീവ്രവാദത്തെ ഏത് ഭാഗത്തായാലും അതിനെതിർക്കാനും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാം, അതിന് പരിശ്രമിക്കാം. അതായിരിക്കണം നല്ല കാര്യമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഈ KNM സന്ദേശം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് വളരെ ശരിയായ സന്ദേശവുമാണ്.